അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മദീനയിലേക്കുള്ള ഹിജ്റയും അബിസീനിയയിലേക്കുള്ള ഹിജ്റയും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അബിസീനിയയിലേക്കുള്ള ഹിജ്റ ഏറെക്കുറെ താൽക്കാലികമായിരുന്നു. ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാർക്ക് ആ പീഡനങ്ങളിൽ നിന്ന് താൽക്കാലികമായ ആശ്വാസം എന്ന നിലക്ക് അവിടെ ഒരു രാജാവുണ്ട്, അദ്ദേഹം വളരെ മാന്യനാണ്, അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് പോകാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതനുസരിച്ചാണ് ആ യാത്ര. അത് സ്ഥിര സ്വഭാവത്തിലുള്ളതായിരുന്നില്ല. ഏത് സമയം വേണമെങ്കിലും അഭയാർത്ഥികൾക്ക് തിരിച്ചു വരാം എന്ന രൂപത്തിലുള്ള, എന്ന അർത്ഥത്തിലുള്ള, ആശയത്തിലുള്ള ഒരു യാത്രയായിരുന്നു അത്. മദീനയിലേക്കുള്ള ഹിജ്റ അങ്ങനെയല്ല. അതിന് വേറെ മാനങ്ങളുണ്ട്, വേറെ പ്രത്യേകതകളുമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, മദീനയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത് ഏറെക്കുറെ എല്ലാ വിശ്വാസികളുമാണ്. മാത്രമല്ല, അബിസീനിയയിൽ ഹിജ്റ പോകുന്നവരുടെ പ്രതീക്ഷ നജാഷി രാജാവ് എന്ന ഒറ്റ വ്യക്തി മാത്രമായിരുന്നുവെങ്കിൽ, മദീനയിലേക്കുള്ള ഹിജ്റയിൽ അൻസാരികൾ എന്ന് പറഞ്ഞ വലിയ ഒരു സമൂഹം തന്നെയാണ് അവരുടെ പ്രതീക്ഷ. പിന്നെ അബിസീനിയയിലേക്ക് പോകുമ്പോൾ അവിടുത്തെ ഭാഷ വേറെയായിരുന്നു, ഭാഷയുടെ പ്രശ്നമുണ്ട്. അവിടുത്തെ കൾച്ചർ, സംസ്കാരം അത് വേറെയായിരുന്നു, അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇവിടെ അറബി ഭാഷ തന്നെ സംസാരിക്കുന്ന പ്രദേശത്തേക്കാണ് പോകാനുള്ളത്, അറബ് സംസ്കാരം നിലനിൽക്കുന്ന പ്രദേശത്തേക്കാണ് പോകാനുള്ളത്. പിന്നെ മറ്റൊന്ന്, നിലവിൽ അവിടെ ഒരു ഭരണകൂടമില്ല. യഥ്രിബിൽ നിലവിൽ ഒരു ഭരണ സംവിധാനമില്ല. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയപരമായ ഒരു അനിശ്ചിതത്വം നിൽക്കുന്നുണ്ട്. ആ അനിശ്ചിതത്വം ഇസ്ലാമിനും നബിക്കും അനുകൂലമാണ്. കാരണം ആ ഒരു വിടവ് നികത്താനുള്ള ഒരവസരം ഉണ്ടായി വരും. അല്ല, അവിടെ ആ അനിശ്ചിതത്വം ഉണ്ടായിരുന്നില്ല, ഒരാളോ അല്ലെങ്കിൽ ഏതാനും ആൾക്കാരോ ഭരണം നടത്തുന്ന ഒരു സാഹചര്യമാണ് എങ്കിൽ അവരെ മാനിക്കേണ്ടി വരും, അവരെ പരിഗണിക്കേണ്ടി വരും. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇവിടെയില്ല. മാത്രമല്ല, അറബികൾ എന്ന നിലക്ക് അവർക്ക് ചിരപരിചിതമായൊരു കാലാവസ്ഥ തന്നെയാണ് യഥ്രിബിലുള്ളത്. മക്കയെ അപേക്ഷിച്ച് നാം ആലോചിക്കുമ്പോൾ ഒരുപക്ഷെ ഒന്നുകൂടി നല്ല കാലാവസ്ഥയാണ്. കാരണം പരമാവധി കാർഷിക അനുയോജ്യമായ ഭൂമിയാണ് യഥ്രിബിൽ ഉണ്ടായിരുന്നത്. ഇതെല്ലാം ഹിജ്റയുടെ മുമ്പിൽ ഉണ്ടായിരുന്ന വിഷയങ്ങളായിരുന്നു. ഏതായിരുന്നാലും അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ അനുയായികളോട് മദീനയിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടു. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യമുണ്ട്. ലോകത്തെ എല്ലാ മൈഗ്രേഷൻ ചരിത്രങ്ങളും പലായന ചരിത്രങ്ങളും വളരെ അത്ഭുതത്തോടു കൂടെയും വളരെ അഭിമാനത്തോടു കൂടെയും നോക്കിക്കണ്ട ഒരു കാര്യമാണത്. സത്യത്തിൽ ഏറ്റവും അധികം പ്രയാസം അനുഭവിക്കുന്നത് ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. എല്ലാവരുടെയും എല്ലാ ആയുധത്തിൻ്റെയും മുന നീണ്ടു നിൽക്കുന്നത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേരെയാണ്. എന്നിട്ടും നബി ആദ്യം പോവുകയല്ല ചെയ്യുന്നത്. മറിച്ച് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുർബലരായ, സ്ത്രീകളുള്ള, കുട്ടികളുള്ള തൻ്റെ സമൂഹത്തിലെ പരമാവധി എല്ലാവരെയും മദീനയിലേക്ക്, യഥ്രിബിലേക്ക് ആദ്യമേ പറഞ്ഞയക്കുകയാണ്. കാരണം അവിടെ സ്വീകരണത്തിൻ്റെ ഊഷ്മളതയാണ് അവിടെയുള്ളത്. അതേസമയം ഇവിടെ ശത്രുതയാണുള്ളത്. ആയതുകൊണ്ട് ശത്രുത നിലനിൽക്കുന്ന സ്ഥലത്ത്, വെല്ലുവിളി നിലനിൽക്കുന്ന സ്ഥലത്ത്, പ്രയാസം നിലനിൽക്കുന്ന സ്ഥലത്ത് അവിടെയാണ് നായകനുണ്ടാവേണ്ടത്, അവിടെയാണ് നായകൻ നിൽക്കേണ്ടത്. മഹാനായ നബി തൻ്റെ ഹിജ്റയിലൂടെ പഠിപ്പിച്ച ഒരു വലിയ ആശയമാണിത്. അതുകൊണ്ട് തന്നെ ആദ്യം അനുയായികളാണ് പോയത്. ആദ്യമായി ഹിജ്റ പോയത് ആരായിരുന്നു എന്നതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായ ഒരു ചരിത്രം വേർതിരിച്ചെടുക്കാൻ നമുക്ക് അതിൻ്റേതായ ചില പ്രയാസങ്ങളുണ്ട്. അതേസമയം അത് മഹാനായ അബൂ സലമ ബിൻ അബ്ദുൽ അസദ് റളിയല്ലാഹു അൻഹു ആയിരുന്നു എന്നാണ് അധിക ചരിത്രങ്ങളുടെയും ധ്വനി പറയുന്നത്. അദ്ദേഹം ബനു മഖ്സൂം കുടുംബക്കാരനാണ്. അതുകൊണ്ട് തന്നെ ഖുറൈശികളിൽപ്പെട്ട ആളാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വളരെ അടുത്ത ആളായിരുന്നു. കാരണം അബ്ദുൽ മുത്തലിബിൻ്റെ മകൾ ബറ എന്നവരുടെ മകനായിരുന്നു അബൂ സലമ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുലകുടി വഴിക്കുള്ള സഹോദരൻ കൂടിയായിരുന്നു അബൂ സലമ. അതുകൊണ്ട് തന്നെ അബൂ സലമ വളരെ ആദ്യം തന്നെ ഇസ്ലാം മതം സ്വീകരിച്ചവരിൽപ്പെട്ട ആളായിരുന്നു. അദ്ദേഹം അബിസീനിയയിലേക്ക് ഹിജറ പോയവരിലുണ്ടായിരുന്നു. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉമ്മു സലമ റളിയല്ലാഹു അൻഹായും ഉണ്ടായിരുന്നു. ഒന്നാമത്തെ അബിസീനിയ ഹിജറയിലും അവർ രണ്ടുപേരും ഉണ്ടായി. രണ്ടാമത്തെ അബിസീനിയ ഹിജറയിലും അവർ രണ്ടുപേരും ഉണ്ടായിരുന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആജ്ഞയും സമ്മതവും ലഭിച്ചപ്പോൾ ഈ കുടുംബം മദീനയിലേക്ക് പോകാൻ തയ്യാറായി. തങ്ങളുടെ മകൻ സലമ ബിൻ അബൂ സലമയെയും തൻ്റെ പ്രിയതമ ഉമ്മു സലമ റളിയല്ലാഹു അൻഹായെയും വാഹനത്തിൽ കയറ്റി ആ ചരിത്ര ദൗത്യം നിർവഹിക്കാൻ, ചരിത്രത്തിൻ്റെ നിയോഗം നിർവഹിക്കാൻ മഹാനായ അബൂ സലമ റളിയല്ലാഹു തആല അൻഹു തയ്യാറെടുത്ത് യാത്രക്കൊരുങ്ങി നിൽക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് അവിടേക്ക് കുറേ ആൾക്കാർ വന്നത്. അവർ ആരായിരുന്നു എന്ന് പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.